ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു. എന്താ പറയാ, മാസ്റ്ററുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ്. അത് വിഷ്വലി ആണെങ്കിലും കമലദളം എന്ന് പറഞ്ഞ ഒരു മൂവിയിലെ ഡാൻസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സോങ്. നന്നായിട്ട് പാടി, സൂപ്പർ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇനി നമുക്ക് ചോദിച്ചു നോക്കാം. ഔസിപ്പച്ചൻ സർ. തീർത്ത ഓ സർ. ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. ക്ലാസിക് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ എന്നല്ല, ഇറ്റ് ഈസ് എ ക്ലാസിക് സോങ്. ഇത് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം തുടക്കം തൊട്ട് അവസാനം വരെ ഓരോ ലൈനിലും ആ രാഗത്തിൻ്റെ ഫീൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. എനിക്കതിൽ ഒരു സ്ഥലം എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഏതാണെന്നറിയോ? ഹംസദൂതിൽ ഉണരും. അതിൽ തൂമഴകിൻ ഫസ്റ്റ് ടൈം വരുന്നില്ലേ, തൂമഴകിൽ എന്ന് പറയുന്നില്ലേ, ആ ലൈൻ വരയ്ക്കൊന്ന് പാടിയാൽ അതല്ലേ സംഗതിയില്ലേ, മൃഗയില്ലേ. അത് വലിയ കുഴപ്പമില്ലുണ്ട്. ആ ഒരു ഏരിയ നന്നായിട്ടുണ്ട്. പിന്നെ ആ സ്വരങ്ങളൊക്കെ പാടുമ്പോൾ കുറച്ച് പിച്ചിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് ഉണ്ട്. അത് സ്വരം പാടിയപ്പോഴും അത് തുടക്കത്തിൽ കുറച്ച് ശ്രുതി ചേരാനൊക്കെ ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ ഈ പ്രേമോദാരനായി കഴിഞ്ഞിട്ട് അണയൂന്ന് വരുന്നില്ലേ താഴ്ത്തിക്ക്, ആ ഒരു റേഞ്ച് എനിക്ക് നല്ല ഇഷ്ടമായി. മോള് പാടുന്നത് നല്ല സോളിഡായിട്ട് താഴ്ത്തിക്ക് വരുന്നുണ്ട് ആ ഗ്ലൈഡ്. ഒന്ന് പാടും അത്. ആ ലാൻഡിങ് വാസ് ഗുഡ്. അതാ ഞാൻ പറഞ്ഞു തന്നെ, അത് ഇഷ്ടമായി. പിന്നെ ഈ മറ്റേ തന്നെ ചേലിൽ ഒഴുകും എന്ന് പറഞ്ഞ സ്ഥലത്തും ആ ഒരു ഫാസ്റ്റ് മൃഗ പോലെ വരുന്നത്, അതെനിക്ക് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ മൊത്തത്തിലെ ഈ സംഗതികൾക്കൊക്കെ ഇത് പാടി ദാസേഷണ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഗ്രിപ്പ് കുറച്ചും കൂടി ക്ലാസിക്കൽ ഫീൽ കിട്ടിയാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. എല്ലാ സംഗതികളും മോള് പാടുന്നുണ്ട്, പാട്ട് മൊത്തം പഠിച്ച് പാടിയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി ബോൾഡായിട്ട് ആ ഗമകങ്ങൾ ഇതൊക്കെ വന്നാൽ ആ രാഗത്തിൻ്റെ ഭാവം കുറച്ചും കൂടി കിട്ടും. ഓക്കെ, ബട്ട് യു ആർ ഗുഡ് സിംഗർ എനി ഹൗ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ശരത് സർ. മക്കളെ, സിനിമാ നടി സുഖാണോ? സുഖമാണോ? എന്താ സിനിമാ നടി? എന്താ സിനിമാ നടി? സുഖമാണ് സർ. അഭിനയിച്ചിട്ടുണ്ട്. മാളികപ്പുറം സിനിമയിൽ, പിന്നെ വേറെ പലതിലും. മാളികപ്പുറം സിനിമയില് ആ കുട്ടിയുടെ ഫ്രണ്ട് ആയിട്ടോ? അല്ല, അതില് വില്ലൻ തട്ടിയും കൊണ്ടുപോകുന്ന ഒരു കുട്ടിയായിട്ടാണ്. ശരി ശരി ശരി. ആ കുട്ടി കാട്ടുവാസി. ശരി ശരി ശരി. പ്ലേബാക്ക് സിംഗർ ആണ് കേട്ടോ സർ. സിനിമയിലൊക്കെ പാടി, ആ സിനിമയില് പാടിയിട്ടുണ്ട്. ഓ, പിന്നെ മറ്റേ സലാറില് പാടി, 3 ലാംഗ്വേജസില് പാടി. പിന്നെ ഒരു ഭോജ്പുരി മൂവിയില് പാടി. ഇത് ഭോജ്പുരി. നമ്മളൊന്നും കേട്ടിട്ടേ ഇല്ല അങ്ങനെ ലാംഗ്വേജ് ഭോജ്പുരി. ഈ പാടിയതിൽ ഏതെങ്കിലും ഒരു പാട്ട് ഇവിടെ പാടാത്തതുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നൊരു 4 വരി പാടിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. അമ്പാടി തുമ്പിക്കുഞ്ഞും പച്ചോല തത്ത പെണ്ണും തുള്ളാട്ടം തുള്ളും നാടാണേ, മന്ദാരക്കൊമ്പിന്നേലെ രണ്ടാൾക്കും ആടിക്കൂടാൻ പൊന്നൂഞ്ഞാൽ കിട്ടും നാടാണേ. അമ്പാടി തുമ്പിക്കുഞ്ഞും പച്ചോല തത്ത പെണ്ണും തുള്ളാട്ടം തുള്ളും നാടാണേ, മന്ദാരക്കൊമ്പിന്നേലെ രണ്ടാൾക്കും ആടിക്കൂടാൻ പൊന്നൂഞ്ഞാൽ കിട്ടും നാടാണേ. ഓക്കെ, അപ്രൂവ്ഡ്. ഇനി എന്ത് വേണം? അണ്ണാജി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. മക്കളെ, അപ്പൊ ഇതൊരു ഉഗ്രം പാട്ടാ, ഒരു കിടുക്കാച്ചി പാട്ടാണ് നമ്മളിവിടെ വന്ന് പാടിയത് കേട്ടോ. കിടുക്കാച്ചി സിനിമയും അസാധ്യം. ഈ ഫിലിം കണ്ടോ മോളെ? ഇതൊരു രസമാണത്. കാര്യം ഇതിൽ ആരാ അഭിനയിച്ചത്? പിന്നെ കൂടെ മോനിഷ ചേച്ചി. മോനിഷ ഇല്ലിപ്പോ നമ്മുടെ കൂടെ. പിന്നെ നെടുമുടി വേണു സാർ. വേണുചേട്ടനും ഇല്ല. മാമുക്കോയ സാർ. മാമുക്കോയ സാറും ഇല്ല. വിനീത് സാർ. വിനീതുണ്ട്. അപ്പൊ മക്കളെ, നല്ല ഉഗ്രം പാട്ട്. നമ്മുടെ തുടക്കം ഒന്ന് ഐശ്വര്യമായിട്ട് പാടിയാലോ? പ്രേമോദാരനായി
മോളെ ഈ ഓസിലേഷൻ പ്രേമോദാരണ അണയോ അത് മതി മക്കളെ, അത് മതി. പിന്നെ ഈ ലാസ്റ്റ് ലൈൻ ദരിരാത്ത അത് പനിനിലാവലയിലൊഴുകുമീ അനഘരാസരാത്രി ലയപൂർണമായിതാ തിരിത്താനാത്തി പ്രേമോ അനഘരാസരാത്രി ലയപൂർണമായിതാ മായിതാ മായിതാ അപ്പൊ ചേർത്ത് പാടിയ മക്കളെ ദരിരാത്രി ലയപൂർണമായിതാ മോളെ അതിലെ ലയപൂർണമാ ആ ലൈറ്റ് ആക്കിയേ ചേരില്ല നീ ലയപൂർണമായിതാ ലയപൂർണമായിതാ പ്രേമോ. ആ ഓക്കെ സൂപ്പർ. അതുപോലെ അത് അത് പാടിക്കേ. ഹൃദയ താളമോടെ. ആ ഓക്കെ ഓക്കെ. ആ അടുത്തല്ല ഓക്കെ. അതുപോലെ ഈ എൻഡ് മോളെ, അതിന് പല്ലവയുടെ എൻഡ്. തിരയിളക്കുന്ന മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിതാ. ആ ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ആക്കാം മോളെ. തിരയിളക്കുന്ന മഞ്ജുവേഷങ്ങൾ നൃത്തമാടുന്നിതാ. ഓക്കെ സ്വരം പാദസരി ഗരി സനിധ ഗഗരി മാഗ ഗരി സദസ ഗഗരി മാഗ ഗഗരി മാഗ ആ ഗരി സദസ. ആ അത് കഴിഞ്ഞിട്ട് ഗരി സനിധ റിസ സാനിധ പ. ആ പായൊക്കെ ചേരട്ടെ. പ ആ പ പാ ചേരട്ടെ. ആ പിന്നെ പദ പദ സനിധ പദരി സനിധ പ. ശ്രുതി ഫ്ലാറ്റാടാ. പദ പദ സനിധ പദരി സനിധ പ. പപദ പ പപദ പ പപദ പ പദ പദ സനിധ പദരി സനിധ പ. പദരി സനിധ പ. പദരി സനിധ പ. ആ അതിലൊരു ഒരു ഗത്ത് വരട്ടെ. അത് ഉള്ളൊരു മൊത്തത്തിലൊരു നല്ല സുഖം ഉണ്ടായിരുന്നു മോള് പാടിയത്. ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തോളാം. ഇതിനൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം മോളെ. അതേ ഉള്ളു കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമല്ല. അതിനൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി, അപ്പോൾ അങ്ങ് നല്ല സുഖിക്കും കേട്ടോ. അത്രേ ഉള്ളൂ മുത്തേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ചേച്ചി തീർത്ഥ ചേച്ചി ഇങ്ങനെ തന്നെയാണോ ഈ തീർത്ഥക്കുട്ടി? ശരത് സാർ പറയും ഭയങ്കര നല്ല ചിരിയാണെന്ന് പറയും. ശരിക്കും ആദ്യമായിട്ട് ഞാൻ വന്നപ്പോൾ എന്നോട് എന്ത് ഭംഗിയുള്ള കുട്ടിയാ, നല്ല ചിരിയാ. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ശരിക്കും സുന്ദരിയാണ്. നാണം വരുന്നോ? പിന്നെ അവള് ചിരിക്കത്തല്ലേ. സുന്ദരി മോളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭയങ്കര ഒരു പാവത്തനമായി നിന്ന് പാടി. പാട്ട് നന്നായി പാടി മോളോ. ഇതൊന്നാമത് 2 പേര് പാടിയ പാട്ടാണ്, ഡ്യൂവറ്റ് ആണ്. ആ ഡ്യൂവറ്റ് മോൾ ഒറ്റയ്ക്ക് നിന്ന് പാടി എന്നുള്ളതിനൊരു വലിയ കയ്യടി. പിന്നെ കോറസ് നല്ലോണം സപ്പോർട്ട് ചെയ്തു. അവർ എൻജോയ് ചെയ്ത് പാടുമായിരുന്നു എല്ലാവരും കൂടെ. ശരിക്കും ഞാൻ ഈ കാണുമ്പോഴേ കുട്ടികൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാശി വൈരാഗ്യമൊന്നുമല്ല, എല്ലാവരും ഫ്രണ്ട്സാണ് ഇവിടെ അങ്ങനെയാ. അപ്പം ആർക്ക് കോറസ് പാടണമെങ്കിൽ ഇവരൊക്കെ ഭയങ്കര എന്താണ് പറയാ, പ്രചോദനാണ്. എല്ലാവരും ഭയങ്കര അല്ലേ, ഫ്രണ്ട്ലി അല്ലേ, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയല്ലേ. അപ്പോൾ ശരിക്കും അത് കാണാൻ പറ്റും, ഒരു പോസിറ്റീവ് ഒരു വൈബ് ഉണ്ട് ഇവിടെ. അപ്പോൾ മോള് പാടിയപ്പോഴും ഇവർ നല്ലോണം സപ്പോർട്ട് ചെയ്തു. അത് ആ തുടക്കത്തിൽ മാത്രമാണ്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊന്ന് കൈയടിക്കട്ടെ. അത് സൂപ്പർ, നിങ്ങൾ സൂപ്പർ ആയിരുന്നു കേട്ടോ, സൂപ്പർ. പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ശരത് സാർ പറഞ്ഞു കഴിഞ്ഞു. ഞാനും ഇതൊക്കെ തന്നെയാണ് നോട്ട് ചെയ്തിരുന്നത്. കുറച്ച് ഫിനിഷിങ് വരുമ്പോൾ ഉള്ള നോട്ട്സ് മോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അതല്ലാതെ ബാക്കിയൊക്കെ മനോഹരമായിരുന്നു. ചില സംഗതികളൊക്കെ ക്യൂട്ടായിരുന്നു കേൾക്കാൻ. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ മനോഹരമായിട്ട് പാടി. എനിക്ക് ഈ പാവത്തിനെ കാണുമ്പോൾ ഓമനിക്കാൻ തോന്നുന്നു. ഞാനൊരു 2 വരി ഓമനിക്കാം. അങ്ങനെയാണോ? അല്ലപ്പോ എനിക്ക് അല്ലാണ്ട് പോയിട്ട് അവിടെ ഓമനിക്കാൻ പറ്റും. അങ്ങനെ വിടണോ? അടുത്തിരുത്തി പാടിക്കൊടുത്ത് ഓമനിക്കാൻ വേണമെങ്കിൽ
പാടി. ഇതാണ് എന്റെ പഞ്ചതന്ത്രം കിളി. അതാ കിളി കിളി ഗെറ്റ് ഔട്ട്. കിളി പറന്നു വരൂ. കിളി അങ്ങോട്ട് ഡുക്കുറു. മകള് പൊക്കോണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ ചേച്ചി. തീർത്ഥക്കുട്ടി ഓ 8.4. താങ്ക് യു താങ്ക് യു. ശരത് സർ 8.3. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഔസേപ്പച്ചൻ സർ. ഓക്കെ, സോ ടോട്ടൽ 16.7. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.